അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി ഇതിനൊപ്പം നടക്കുന്നുണ്ട്. അതും ഈ ഘട്ടത്തിൽ സവിശേഷ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിവരം തന്നെയാണ്. അതിനൊപ്പം ഇപ്പോൾ ആർ കെ സൂചിപ്പിച്ചതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഉത്സവാഘോഷങ്ങൾ, പരീക്ഷ നടത്തിപ്പ്, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് തീയതിയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഏപ്രിൽ 15-നും ഒരു 20-നും അല്ലെങ്കിൽ ഒരു 25-നും ഇടയിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും ഒറ്റഘട്ടമായി. അതാണ് നമ്മളുടെ സാധാരണ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ രീതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമമായി തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു ഏപ്രിൽ 15-നും 25-നും ഇടയിൽ ഒരു 10 ദിവസത്തെ എന്ന് നമ്മൾ വെച്ചാൽ അതിനിടയിൽ ഒരു ഏപ്രിൽ 19 ഒക്കെ പ്രതീക്ഷിക്കുന്ന തീയതിയാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ കേരളത്തിൽ മുന്നണികൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടില്ലേ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ തന്നെ? വിജയകുമാർ, കേരളത്തിലെ മുന്നണികളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞിരുന്നു. BJPയും ഇനി 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ BJP സ്ഥാനാർത്ഥികളുടെ സമ്പൂർണ്ണ പട്ടികയും വരും. ഇതിനകം ഈ വിവരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള BJPയുടെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെ സജീവമാണ്. ഏതായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം ഇതിനകം തന്നെ ചൂടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ, സ്ഥാനാർത്ഥികൾ നേരിട്ട് വോട്ട് തേടൽ, ഇതൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ ഏപ്രിൽ 15-ന് അല്ലെങ്കിൽ 19-നകം ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിന് നേരിടാനുള്ള ഒരുക്കങ്ങൾ കേരളത്തിലെ മുന്നണികളെ സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളുടെയും സ്ഥിതി ഇതല്ല. ദേശീയ തലത്തിൽ നോക്കിയാൽ BJP ഇതിനകം 250 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളിലെ കോൺഗ്രസിൻ്റേതടക്കം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നത് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹം അമേത്തിയിൽ, പരമ്പരാഗത മണ്ഡലമായിരുന്ന അമേത്തിയിൽ കൂടി മത്സരിക്കുമോ എന്ന കാര്യം ഇനി അറിയേണ്ടതുണ്ട്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിൽ തന്നെ അവിടെ ഇപ്പോഴും DMK സഖ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അവരുടെ മണ്ഡലങ്ങൾ ഏതൊക്കെ പാർട്ടികൾക്കായിരിക്കും എന്ന കാര്യത്തിലുള്ള ഒരു വീതം വയ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഇനി വരേണ്ടതുണ്ട്. അവിടെ കോൺഗ്രസ് ഇപ്പോഴും ഈ DMK വാഗ്ദാനം ചെയ്ത സീറ്റുകൾ അത് പോരാ എന്ന നിലയിലാണ് അവർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ആ നിലയിൽ ഇനി മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. ഈ മുന്നണി ധാരണപ്രകാരമുള്ള എത്ര സീറ്റുകൾ എന്നതൊക്കെ സംബന്ധിച്ചും ഇനിയും അറിയേണ്ടതുണ്ട്. ബംഗാളിൽ മമതാ ബാനർജി 42 മണ്ഡലങ്ങളിലെയും തൃണമൂൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും നിരവധി പേർ വന്നിട്ടുണ്ട്. പക്ഷേ ഇടതുമുന്നണി കോൺഗ്രസുമായുള്ള ധാരണ ഇനിയും പൂർത്തിയായിട്ടില്ല. പക്ഷേ CPIM ഇന്നലെ 16 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ബംഗാളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസുമായുള്ള ധാരണ ഇനി അത് ഏതൊക്കെ മണ്ഡലങ്ങളിലായിരിക്കും എന്നതൊക്കെ സംബന്ധിച്ചും ഇനി അറിയേണ്ടതുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും സീറ്റ് ധാരണകൾ പൂർത്തിയായിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് മുന്നണികളും പാർട്ടികളുമൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വിജയകുമാർ, BJP ഇതിനോടകം 257 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് 82 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മറ്റ് പ്രാദേശിക പാർട്ടികളിൽ പലരും ഇതിനോടകം അവരവരുടെ സംസ്ഥാനങ്ങളിൽ പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ തീയതി പ്രഖ്യാപിക്കേണ്ടതേ ബാക്കിയുള്ളൂ. 7 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതാണ് ഇതുവരെ പുറത്തുവരുന്ന സൂചന. കേരളത്തിൽ ഏപ്രിൽ 15-ന് ശേഷമായിരിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. സംസ്ഥാനത്ത് ഒട്ടാകെ, സംസ്ഥാന വ്യാപകമായി അല്ല രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം ഉദ്യോഗസ്ഥ തലത്തിലൊക്കെയുള്ള പരിശോധനകൾ നടത്തുകയും നേരിട്ട് പര്യടനം നടത്തി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. കാലാവസ്ഥ, പരീക്ഷകൾ, ഉത്സവാഘോഷങ്ങൾ, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ തീയതി തീരുമാനിക്കുന്നത്. ആന്ധ്ര, അരുണാചൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതിനോടൊപ്പം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഇതിനോടൊപ്പം തെരഞ്ഞെടുപ്പുണ്ടോ എന്നതാണ് ഒരു ആകാംക്ഷ അറിയാനുള്ളത്. രാധാകൃഷ്ണൻ ചേരുന്നു. ആർക്കെ ഈ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പര്യടനം, അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയ ശേഷമുള്ള തീരുമാനങ്ങൾ, ഒപ്പം സുരക്ഷാ വിന്യാസം, ഇതൊക്കെയാണല്ലോ ഈ തീയതി തീരുമാനിക്കുന്നതിലെ മറ്റ് നിർണായക സ്വാധീന ഘടകങ്ങൾ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം പൂർത്തിയാക്കി. അവർ ഇന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൊതു തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമാണ് എന്നത്. അപ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പ് തീയതി വന്നാൽ അത് മാത്രമാണ് ബാക്കിയുള്ളത്. അതിനോടകം ചെയ്തു തീർക്കേണ്ട മുഴുവൻ ഹോംവർക്കുകളും കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ ഇപ്പോഴല്ലേ? പ്രധാനപ്പെട്ട ഒന്ന്, ഈ
തെരഞ്ഞെടുപ്പായിരിക്കും രാജ്യത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും പ്രത്യേകമായിട്ട് നടക്കാനായിട്ട് പോകുന്ന ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയാം. 1951 മുതലുള്ള കാലഘട്ടങ്ങളിൽ ഒരിക്കൽ നടന്ന് വന്നിരുന്നെങ്കിലും പിന്നീട് അത് വ്യത്യസ്ത രാഷ്ട്രീയ കാരണങ്ങളാൽ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ രാജ്യത്ത് ഏറ്റവും അവസാനമായിട്ട് ഈ വ്യത്യസ്ത സമയങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന രീതി മാറുകയാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഒറ്റ തെരഞ്ഞെടുപ്പായിട്ട് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ സാധ്യമെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും ഒക്കെ ഒരുമിച്ച് നടത്തുന്ന വിധത്തിലേക്ക് മാറാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വാശി വലുതായിരിക്കും, ഏറെ വലിയ രീതിയിലുള്ള പ്രചരണമായിരിക്കും. കാരണം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഈ പ്രാദേശിക നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും എപ്പോഴൊക്കെ ഒരുമിച്ച് നടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ സംസ്ഥാന വിഷയങ്ങൾ എന്നതിനേക്കാൾ ഉപരി ദേശീയ രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ ഈ നാട്ടിലെ പ്രാദേശിക പാർട്ടികൾക്ക് ലഭിച്ചു വരുന്ന പ്രാധാന്യം ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വളരെ വലുതാണ്. ഒരുപക്ഷെ അവരടക്കമുള്ളവർ അടുത്ത സമയത്തേക്ക് തങ്ങളുടെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മാറാൻ കൂടി പോവുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മൾ കാണാനിരിക്കുന്ന ഈ നാളെ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണാനിരിക്കുന്നത് ഒരുപക്ഷെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രചരണത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്ന വിധത്തിലായിരിക്കും. നമ്മളിപ്പോൾ മുൻവിധിയോടുകൂടി ചില സമീപനങ്ങളൊക്കെ ചില മേഖലകളിൽ നിന്നുണ്ട്. അത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് പലയിടത്തും അവർക്ക് അത്ര വലിയ ശക്തിയില്ല എന്നൊക്കെയുള്ള പ്രചരണം ഒക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ നാളെ മുതൽ മാറാനായിട്ട് പോവുകയാണ്. എല്ലായിടങ്ങളിലും വിപുലമായിട്ടുള്ള പ്രചരണ പരിപാടികളൊക്കെ വരുമ്പോഴേക്കും നമ്മളൊന്നും കാണാത്ത, നമ്മളൊന്നും അറിയാത്ത, പലപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ചിട്ടുള്ള ജനാധിപത്യ രീതിയിൽ പലപ്പോഴും ഭൂരിപക്ഷം ഉണ്ടാകുമെന്നോ തൂക്ക് മന്ത്രിസഭകൾക്കൊക്കെ കാരണമായിട്ടുള്ള വിധത്തിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഏറെ വലുതാണ്. അത് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ സ്ട്രോങ് ഹോൾഡുകളൊന്നും കോട്ടകളൊന്നും ഒക്കെ വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന പല സംസ്ഥാനങ്ങളിലും ഈ പ്രചരണത്തിന്റെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള അവസരങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തിലായിരിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും അവരവരുടെ നേതൃനിര അതിനനുസരിച്ചിട്ടുള്ള തന്ത്രങ്ങളായിരിക്കും രൂപപ്പെടുത്തുക. BJPയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അമിത്ഷാ അടങ്ങുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ഒരു വലിയ നിര തന്നെ അവരുടെ ഇത്തവണത്തെ ഈ പ്രചരണ രംഗത്ത് ഇറങ്ങും. ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും കൂടുതൽ നേട്ടമുണ്ടാക്കുക, ഒപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ബംഗാൾ അടക്കമുള്ള മേഖലകളിൽ നിന്നും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ഒരു പാൻ ഇന്ത്യ നേട്ടത്തോടുകൂടി 400-ലധികം സീറ്റുകൾ എന്ന ലക്ഷ്യമാണ് BJP ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്നത്. മറുവശത്ത് കോൺഗ്രസ് ആകട്ടെ തങ്ങളുടെ പ്രതാപം, അത് ആ പ്രതാപകാലത്തെ നേട്ടം ഇല്ലെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഒരുപക്ഷെ നെഹ്റു കുടുംബത്തിന്റെ പ്രസക്തി ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുന്നത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമായ സീറ്റുകൾ നേടുകയും പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ തങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ആ പ്രതിച്ഛായ നിർത്തുന്ന വിധത്തിൽ കൂടുതൽ സീറ്റുകൾ സംഭരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് എത്തുകയും ചെയ്യാനാണ് അവരുടെ ഒരു ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ഈ തൂക്ക് സഭയൊക്കെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ വീണ്ടും രാജ്യത്ത് അധികാരത്തിലേക്ക് വരാൻ പറ്റുന്ന അവസ്ഥ എത്തും എന്ന് കരുതുന്നു. കാര്യം നമുക്ക് ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ കണക്കൊക്കെ പരിശോധിച്ചാൽ നോക്കാം, കൂടുതൽ പണം കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനേക്കാൾ തൃണമൂൽ കോൺഗ്രസിനാണ്. മമതാ ബാനർജി സ്വീകരിക്കുന്ന അഗ്രസീവായിട്ടുള്ള നിലപാട് ഒരുപക്ഷെ പല മേഖലകളിലും കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില പ്രാദേശിക പാർട്ടികളെ മമതയുടെ നേതൃത്വത്തിന് കീഴിലേക്ക് എത്തിക്കുന്ന വിധത്തിലേക്ക് പോയിട്ടുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കന്മാരുടെ പ്രചരണ പരിപാടികൾ ഒക്കെ ഇതിനനുബന്ധമായിട്ട് ഒക്കെ നമുക്ക് കൂട്ടി വായിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ പ്രചരണ രീതിയിലേക്ക് കാര്യങ്ങൾ വഴിമാറാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരുന്നത്. നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സാധാരണഗതിയിൽ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് അത്ര വലിയ ശക്തിയൊന്നും ഇല്ലെന്ന് പറയുകയാണെങ്കിലും ഇത്തവണ അവർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളം അടക്കമുള്ള തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും നേട്ടമിട്ടുകൊണ്ടാണ് പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി അടക്കമുള്ള സംഘം ഇനി വരുന്ന ദിവസങ്ങളിൽ പറന്ന് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്താനായി പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി ഏതാണ്ട് 125ഓളം പൊതുയോഗങ്ങളിൽ റാലികളിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. വിജയൻ,
യെസ്, നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ വാർത്താ സമ്മേളനം ഉണ്ടാകുക. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. തീയതി നാളെ തന്നെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് രാവിലെ തന്നെ അറിയിച്ചിരുന്നു. 2 അംഗങ്ങൾ ചുമതലയേറ്റ ശേഷമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇക്കാര്യം അറിയിച്ചത്. നാളെ പൊതു തെരഞ്ഞെടുപ്പിന്റെ തീയതി ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുകയാണ്. ദിലീപ് കുമാർ, ഇത് BJP പറയുന്നു NDA 400-ലധികം സീറ്റുകളോടെ അധികാരത്തിലേക്ക് എത്തും. BJPക്ക് തനിയെ 370 സീറ്റുകൾ കിട്ടണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ പൊതുയോഗങ്ങളിലും പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ കാഹളം നേരത്തെ തന്നെ മുഴങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇന്ത്യ സഖ്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെ ആകെ ഒരുമിപ്പിക്കാൻ നടത്തിയ നീക്കം അത് പൂർണ്ണമായും വിജയിച്ചില്ലെങ്കിൽ പോലും അതിൽ ഏറെ മുന്നോട്ട് പോകാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. BJPയെ നേരിടാൻ പല സംസ്ഥാനങ്ങളിലും അവർക്കത് കരുത്ത് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ BJPയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിൽ ശ്രദ്ധേയമാകാൻ പോകുന്ന സംസ്ഥാനങ്ങൾ, ഒപ്പം തെക്കേ ഇന്ത്യയിലെ 130 സീറ്റുകളിൽ കഴിഞ്ഞ തവണ BJPക്ക് 30 സീറ്റുകളാണ് കിട്ടിയത്. അത് കൂട്ടാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇന്നും പ്രധാനമന്ത്രി ഇവിടെ കന്യാകുമാരിയിലുണ്ട്, കേരളത്തിലേക്ക് വരുന്നു, തെലങ്കാനയിലേക്ക് പോകുന്നു. ആ നീക്കങ്ങൾ അങ്ങനെ ഈ മേഖലകൾ തിരിച്ചുള്ള പോരാട്ടത്തിൽ അത് എത്രത്തോളം ചൂടേറിയതായിരിക്കും, എത്ര കടുത്തതായിരിക്കും ആ പോരാട്ടം രാജ്യത്ത് നടക്കാൻ പോകുന്നത്? വിജയകുമാർ, BJPയെ സംബന്ധിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അത് അവർ നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കി എന്ന കാര്യം, രാമക്ഷേത്ര നിർമ്മാണം, ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയത്, അങ്ങനെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയും ഈ ഭൂരിപക്ഷ വോട്ടുകൾ അത് സമാഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ BJPയെ സംബന്ധിച്ച് അത് നടത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നതാണ് അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യം. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി ഈ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്താൻ BJP സർക്കാരിന് കഴിഞ്ഞു. ഹിമാചൽ പ്രദേശാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ മാറി നിന്ന ഒരു സംസ്ഥാനമെന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന് അധികാരം കിട്ടിയ ഒരു സംസ്ഥാനമെന്ന് പറയാവുന്നത്. പക്ഷേ അവിടെയും സ്ഥിതിഗതികൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശാവഹമല്ല എന്നതാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള നീക്കങ്ങളൊക്കെ അത് വിമത നീക്കങ്ങൾ മാത്രമല്ല, രാജ്യസഭയിലേക്ക് അഭിഷേക് സിംഗ്വിയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് പരാജയപ്പെടുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു, BJP സ്ഥാനാർത്ഥി അപ്രതീക്ഷിതമായി അവിടെ വിജയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നേരത്തെ BJPയുടെ ഭാഗത്ത് ഉണ്ടായിരുന്ന, നേരത്തെ BJPയിൽ നിന്ന് മാറി BJP ശിവസേന സഖ്യം അവസാനിക്കുകയും ശിവസേന മഹാഗഡ്ബന്ധൻ പിന്നീട് NCPയും കോൺഗ്രസുമായി ഒക്കെ ചേർന്ന് ആ ഒരു വിശാല മുന്നണി രൂപീകരിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെയും BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ നീക്കങ്ങൾ വിജയിച്ചു. ഏക്നാഥ് ഷിൻഡെ ശിവസേനയിൽ പിളർപ്പുണ്ടാക്കിക്കൊണ്ട് ഏക്നാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഉള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ സംസ്ഥാന നിയമസഭകളിൽ ഈ അടുത്ത നടന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ ഒരു കാസ്റ്റ് ഇക്വേഷൻ, അല്ലെങ്കിൽ അതൊരു ജാതി എഞ്ചിനീയറിങ്ങിന് അത് എങ്ങനെ BJPക്ക് സഹായകമാക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ചിന്തകളും ആ നിലയിലുള്ള മുഖ്യമന്ത്രിമാരെയുമാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ വെച്ചിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിഷ്ണുകുമാർ സാഹിയെ മുഖ്യമന്ത്രിയാക്കുന്നു. രാജസ്ഥാനിൽ ഒരു ബ്രാഹ്മണ നേതാവിനെ മുഖ്യമന്ത്രിയാക്കുന്നു. മധ്യപ്രദേശിൽ OBC നേതാവിനെ മുഖ്യമന്ത്രിയാക്കുന്നു. അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അപ്രതീക്ഷിതമായി ഹരിയാന മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മനോഹർലാൽ ഖട്ടറെ മാറ്റി പുതിയ മുഖ്യമന്ത്രിയെ അവിടെ OBC വിഭാഗത്തിലുള്ള നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണത്തേക്കാൾ അവർക്ക് കൂടുതൽ സീറ്റുകൾ ലഭ്യമാക്കാൻ ഉതകും വിധമുള്ള ചില നീക്കങ്ങൾ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. മറുവശത്ത് പ്രതിപക്ഷ സഖ്യമാകട്ടെ ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യമെന്ന് പേരുണ്ടെങ്കിലും പക്ഷേ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ആ സഖ്യം അതിൻ്റെ ഒരു പൂർണ്ണ അർത്ഥത്തിൽ എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. അത് ബംഗാളിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. നേരത്തെ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകിയിരുന്ന ആ പേര് നിർദ്ദേശിച്ച ഇന്ത്യ എന്ന ആ സഖ്യത്തിന് പേര് നിർദ്ദേശിച്ച നിതീഷ് കുമാർ തന്നെ BJP സഖ്യത്തോടൊപ്പം പോകുന്നു. ആ നിലയിലുള്ള പല രാഷ്ട്രീയ ചലനങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിച്ചു വരികയാണ്.
BJPയെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസം. അവർക്ക് ഇപ്പോഴും കുറെ അപ്രാപ്യം എന്ന് കരുതാവുന്നത് ഈ കർണാടക ഒഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ആ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. കേരളത്തിൽ തന്നെ അവർ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ഏതാണ്ട് 6 മണ്ഡലങ്ങൾ, അതിൽ തന്നെ 3 മണ്ഡലങ്ങൾ കൂടുതൽ ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. വിജയകുമാർ, മറ്റൊരു കാര്യം, നാളെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുമോ, അതോ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള BJP കേരളത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്, അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള വിമർശനം, ഇതൊക്കെ ഇന്നത്തെ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ എന്തൊക്കെയായിരിക്കും എന്നറിയാൻ ദേശീയ രാഷ്ട്രീയം കേരളത്തിലേക്ക് ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. വിജയകുമാർ, തെരഞ്ഞെടുപ്പ് നാളെ അതിൻ്റെ തീയതി പ്രഖ്യാപിക്കും എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒരു പൊതുയോഗം അത് പത്തനംതിട്ടയിലാണ്. കോൺഗ്രസിൻ്റെ തട്ടകത്തിൽ പ്രധാനമന്ത്രി കോൺഗ്രസിനെ നേരിടുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പൊതുസമ്മേളനത്തിൽ സംസാരിക്കാൻ പോകുന്നു. നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെ വിമർശനങ്ങൾ, രാഷ്ട്രീയ വിമർശനങ്ങൾ, എന്തെങ്കിലും പുതിയ പ്രഖ്യാപനങ്ങൾ ഒക്കെ ഉണ്ടാകുമോ? നേരത്തെ ആർക്കെ അത് സൂചിപ്പിച്ചിരുന്നു. നാളെ തെരഞ്ഞെടുപ്പ് തീയതി വന്നാൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയാണ്. അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നിർണായകമായ മറ്റു പ്രഖ്യാപനങ്ങൾക്ക് മുതിരുമോ? പെട്രോൾ ഡീസൽ വില കുറച്ച തീരുമാനം ഇന്നലെ വന്നിരുന്നു. പാചകവാതകത്തിൻ്റെ വില കൂട്ടുന്ന തീരുമാനം നേരത്തെ വന്നിരുന്നു. അപ്പോൾ ആ നിലയ്ക്കൊക്കെയുള്ള തീരുമാനങ്ങൾ നേരത്തെ വന്നതാണ്. അതിന് പിന്നാലെ എന്തെങ്കിലും പുതിയ പദ്ധതികളോ പുതിയ തീരുമാനങ്ങളോ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാനിരിക്കുന്നുണ്ടോ എന്നതൊക്കെ അടുത്ത 24 മണിക്കൂറിൽ അറിയാം. 24 മണിക്കൂറില്ല, ഒരു പക്ഷേ അതിനു മുമ്പ് തന്നെ കേന്ദ്രത്തിൻ്റെ തീരുമാനങ്ങൾ അറിയാൻ കഴിയും. പ്രധാനമന്ത്രിയുടെ പ്രസംഗം അതൊരു പക്ഷേ ഇതിനോടകം ശ്രദ്ധയാകർഷിക്കാൻ പോകുന്നതാണ്. പത്തനംതിട്ടയിലേത് തെരഞ്ഞെടുപ്പ് തീയതി വരുന്നതിന് തൊട്ടു മുമ്പ് നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ്. കഴിഞ്ഞ തവണ ഏപ്രിൽ 11 ആരംഭിച്ച് മെയ് 11 വരെ 7 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്നു. നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ 16 അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 7 ഘട്ടങ്ങളായി തന്നെ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ സമയക്രമം അടക്കം നാളെയാണ് വരാനിരിക്കുന്നത്. ദിലീപ്, ഇപ്പോൾ ഇവിടെ ആർക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് 2029 രാജ്യം കടക്കും എന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ കടക്കണം എന്നതാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി നൽകിയ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ശുപാർശ. അതിൻ്റെ ഗുണവശങ്ങളൊക്കെ ഏതാണ്ട് 10,000 പേജിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ആ സമിതി. അപ്പോൾ നമ്മൾ നിയമസഭയിലും ലോക്സഭയിലേക്കും ഒരുമിച്ച് വോട്ട് ചെയ്യേണ്ടി വരും 2029 മുതൽ. അതിനു മുന്നേ നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്ന ഒരു പ്രത്യേകത കൂടി വേണമെങ്കിൽ, അങ്ങനെ ഉറപ്പിക്കാൻ കഴിയില്ല, വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനുണ്ടെന്ന് പറയാം, അല്ലേ? വിജയകുമാർ, 2029 തെരഞ്ഞെടുപ്പ് ഈ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മാത്രമല്ല മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിൽ പോലും ആ നിലയിലുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലുള്ളതായിരിക്കും എന്ന സൂചനകൾ വളരെ വ്യക്തമാണ്. കാരണം അത് അക്കാര്യത്തിൽ BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമൊക്കെ ഉള്ള തീരുമാനം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയെ നിയോഗിച്ചിരുന്നത്. ആ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2029 തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലായിരിക്കും. കോൺഗ്രസിൻ്റെ വിയോജിപ്പോടു കൂടിയാണ് ഇത്തരമൊരു തീരുമാനത്തിൽ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ആ നിലയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത 2029 വരുമ്പോൾ പല സംസ്ഥാന നിയമസഭകളുടെയും ഒക്കെ കാലാവധി തുടരുന്ന ഒരു ഘട്ടമായിരിക്കും 2029. കേരളത്തിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് 2026 നടന്നാൽ പിന്നെ ഒരു 5 വർഷത്തേക്കുള്ള 2026 കഴിഞ്ഞുള്ള 5 വർഷം എന്ന നിലയിലാണ് ആ സർക്കാരിനെ തിരഞ്ഞെടുക്കുക. പക്ഷേ അത് ഈ 2029 തെരഞ്ഞെടുപ്പാവുകയാണെങ്കിൽ, അങ്ങനെ ആ നിലയിലൊരു തീരുമാനം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലാവുകയാണെങ്കിൽ അന്നത്തെ കേരള സർക്കാരിന് ഈ പകുതി വഴിയിൽ തന്നെ അത് മാറേണ്ടി വരും. പുതിയ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തും നടത്തേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും BJPയെ സംബന്ധിച്ച് ആ തീരുമാനം നടപ്പാക്കും അധികാരത്തിലെത്തിയാൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയൻ, യെസ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് നടക്കുന്ന നിർണായക രാഷ്ട്രീയ നീക്കങ്ങളിലേക്കാണ് ഇനി രാജ്യത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ പോകുന്നത്. ഇതിനോടകം NDA അവരുടെ മുന്നണി വിപുലീകരണ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. BJP ബിജു ജനതാദൾ ഒഡീഷയിലാണ് അത്തരം സഖ്യ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനം പല സംസ്ഥാനങ്ങളിലും അവസാന ഘട്ടത്തിലാണ്. കൂടുതൽ സ്ഥാനാർത്ഥി പട്ടികകൾ ഈ മണിക്കൂറുകളിൽ വരാനിരിക്കുന്നുണ്ട്. നാളെ 3 മണിക്ക് മുമ്പ് എന്തൊക്കെ രാഷ്ട്രീയ തീരുമാനങ്ങൾ, എന്തൊക്കെ നിർണായകമായ മറ്റു പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതാണ് ഇനി അറിയേണ്ടത്. ആർക്കെ
കേന്ദ്ര സർക്കാർ ഏതെങ്കിലും കൂടുതൽ വലിയ തീരുമാനങ്ങൾക്ക്, രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ ആകെ സ്വാധീനിക്കുന്ന വലിയ തീരുമാനങ്ങൾക്ക് ഈ മണിക്കൂറുകൾ ഉപയോഗപ്പെടുത്തിയേക്കും എന്ന സൂചനകളുണ്ട്. അത്തരം സാധ്യതകൾ എത്രത്തോളം ഉണ്ട് ആർക്കെ? വിജയൻ, ഇന്നലെ വരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിച്ചിരുന്നു. അതിനനുബന്ധമായിട്ട് അവരുടെ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് തന്നെ ആ പ്രഖ്യാപനം വേഗത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ നോർത്ത് സൗത്ത് ബ്ലോക്കുകളിലൊക്കെ പാർലമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഓഫീസുകളിലും ഒക്കെ ഉണ്ടായ ഒരു പ്രതിഷേധ രൂപത്തിലുള്ള സമരത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകും. ഈ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്, അവിടെയുള്ള ആളുകളുടെ നിയമന നടപടികൾ നടത്തണമെന്നുള്ളത്. ഈ 5 വർഷത്തിന് മുകളിൽ സർവീസ് ഉള്ള ഉദ്യോഗസ്ഥരെ, താൽക്കാലിക രീതിയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ സ്ഥിരപ്പെടുത്താൻ. യെസ് യെസ് ശരി ആർക്കെ, നമുക്ക് ആർക്കെ തുടരുക. വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. രാജ്യം ഒരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. നാളെ പൊതുതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം രാവിലെ ചേരും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തീയതി പ്രഖ്യാപിക്കും. 7 ഘട്ടങ്ങളിലായി രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമെന്നതാണ് സൂചന. കേരളത്തിൽ ഏപ്രിൽ 15-ന് ശേഷമാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാവിലെ തന്നെ അറിയിച്ചിരുന്നു. പുതിയ 2 കമ്മീഷണർമാർ ഇന്ന് ചുമതലയേൽക്കുകയും ചെയ്തു. അതിനുശേഷം യോഗം ചേർന്നു. നാളെ പൊതുതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാമെന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിക്കുകയാണ്. രാജ്യമാകെ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു. മുന്നണികളാകെ തെരഞ്ഞെടുപ്പിന് സജ്ജമാകുന്നു. പ്രധാനമന്ത്രി അല്പസമയത്തിനകം പത്തനംതിട്ടയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തീയതി നാളെ പ്രഖ്യാപിക്കും എന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന ഒരു പൊതുസമ്മേളനം എന്ന പ്രത്യേകത കൂടി ആ പരിപാടിക്കുണ്ട്. ആ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് നമ്മളിനി കടക്കുന്നത്. വാർത്താമഴ അവസാനിക്കുകയാണ്. ഇനി ഗുഡ് ആഫ്റ്റർനൂൺ. ടി കെ റിജിത്ത് ചേരും. നമസ്കാരം.